ഡാ പിന്നെ 10 മണിക്ക് ചായ, പിന്നെ വൈകുന്നേരം 4 മണിക്ക് ചായ, പിന്നെ 7 മണിക്ക് കപ്പ കിട്ടുന്നില്ല അതിൻ്റെ കൂടെ ഒരു ചായ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചായ അമ്മയും രാവിലെ ഒരു ചായ, ഉച്ചയ്ക്ക് 3-4 മണിയാകുമ്പോൾ ഒരു ചായ, 5 വെളുത്തുള്ളിൻ്റെ കുറച്ച് അപ്പു ആദ്യം മൊത്തം തേച്ച് വെക്കണോ? വേണ്ടല്ല, ഇങ്ങനെ വെച്ചങ്ങ് ആക്കിയാൽ മതിയോ? ഇങ്ങനെ വെച്ച് എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇതിന്റെ വീഡിയോ. കുഴപ്പമില്ല, നല്ലോണം വെച്ചങ്ങ് അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി. അച്ഛനൊന്നും പറയത്തൊന്നുമില്ല. നീ വൃത്തിക്ക് തേച്ചാൽ എന്താ കുഴപ്പം? അത് രണ്ടുപേരതും ഉണ്ടോ? നിന്റെ ചേട്ടൻ്റെ ഇതും ഉണ്ടോ? ചേട്ടൻ്റെതും നിൻ്റെതും രണ്ടുപേരതും. അപ്പം ചേട്ടൻ പോളിഷ് ചെയ്യത്തില്ലേ? അതെ, അമ്മ പറഞ്ഞാലേ ചെയ്തല്ലോ. നീ സ്വന്തമായിട്ടങ്ങ് ചെയ്യും. ആ എന്നും ചെയ്യണം നീ തന്നെയാണോ? ഞാൻ സ്കൂളിൽ പോണെങ്കിൽ ഞാൻ അമ്മ ആരും ചെയ്തു അവര് ആൾക്കായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. പിന്നെ ഞാനായിരുന്നു പോളിസ് ഡ്രസ് ഇട്ട് സ്കൂളിലോട്ട് വരുന്നത്. ഇത് എന്നും സ്കൂളിൽ പോകുന്ന സമയത്താണോ തയ്ക്കണത് അതോ അതിന് മുന്നേ ചെയ്തു? ഒരു ദിവസം ഡ്രസ് ഇട്ടായിരുന്നു, ഷൂ എടുക്കാൻ പോയിട്ട് അഴുക്കാക്കി വെച്ചിരുന്നു. ഞാൻ പിന്നെ തുടച്ച് വൃത്തിയാക്കി ഇട്ടോണ്ട് വന്നു. അപ്പൊ അങ്കിൾ തന്നെ കൊണ്ടുവിടുമായിരുന്നു. നീ വേറെ എന്തൊക്കെ പണി ചെയ്യും ഇതല്ലാതെ? ഉള്ളി പൊളിക്കും, വെളുത്തുള്ളി പൊളിക്കും, പിന്നെ സവാള മുറിക്കോ? അപ്പൊ അമ്മ നിന്റെ കയ്യിൽ കത്തി തരുമോ? തരും. അച്ഛൻ സോമൻപിള്ള. ഹലോ, നിനക്ക് പോവാ? കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. നീ കഴിച്ചില്ലോടാ? ഇപ്പഴല്ലടാ അവിടുത്തെ ചോറ് കഴിച്ചത്. ചോറ് കഴിച്ചപ്പോ പിന്നെ വേറെ എന്തൊക്കെ പണിയാടാ നീ ചെയ്യണത്? അപ്പൊ സവാള കണ്ടെങ്കിൽ ചോപ്പർ ഇട്ട് അതൊക്കെ പച്ചക്കറി കൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് വെക്കും. പിന്നെ അമ്മേനെ വേറെ എന്ത് കാര്യത്തിൽ നീ സഹായിക്കണേ? അമ്മക്ക് എന്തെങ്കിലും തൂത്ത് കൊടുക്കും. നിനക്ക് വല്ലപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഒരു പെണ്ണായി ജനിച്ചെങ്കിൽ നിനക്ക് തോന്നാറുണ്ടോ? ഇല്ല, ആണ് തന്നെയാ നല്ലത്. ആണോ? നീ ആണായത് നിനക്ക് അഭിമാനം ഉണ്ടോ? ഓക്കെ. ഈ പണി അമ്മയ്ക്ക് കൊടുക്കാത്ത എന്ത്? അമ്മയോട് പോളിഷ് ചെയ്യാൻ പറയുന്നത്? അമ്മ വൃത്തിക്ക് ചെയ്യത്തില്ല. ചേട്ടന് വൃത്തിക്ക് ചെയ്യത്തില്ല. അച്ഛൻ നല്ല വൃത്തിക്ക് ചെയ്യോ? ആണോ? അപ്പൊ അച്ഛന് കൊടുക്കാത്ത എന്ത് നീ ഇത്? ചോദിക്കും, പക്ഷെ അച്ഛൻ തരത്തില്ല. അച്ഛന്റെ ഷൂ നീ പോളിഷ് ചെയ്യാറുണ്ടോ? അച്ഛന് ജോലി കൊടുക്കും. അച്ഛൻ പറഞ്ഞ
എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടാ. പഠിക്കാൻ ഇഷ്ടാ? ആ. ഓക്കേ. നിനക്ക് പഠിച്ച ആരാവാനാ ഇഷ്ടം? SCP. SCP? ആ. അരെ വാ. നമ്മളെങ്ങനെ അടിക്കോ നീ പിടിച്ചിട്ട്? നമ്മളെങ്ങനെ എന്തെങ്കിലും കേസ് കിട്ടിയ എടുത്തിട്ട് ഇടിക്കോ? നിങ്ങളൊന്നുമില്ല, കള്ളന്മാർ. കള്ളന്മാരാ? Yes. ഓക്കേ. അപ്പൊ ചേട്ടനെ കൂടി നിനക്ക് പോളിഷ് ചെയ്യേണ്ട അവസ്ഥയാണ്. രണ്ട് പോളിഷ് മിനിങ്ങിയോ ഇതല്ല? ആ നല്ല മിനുസൊക്കെ നല്ലോണം തിളങ്ങുന്നുണ്ടല്ലോ കാണട്ടെ. ഓ നല്ല നടക്കൊക്കെ ആയല്ലോ. ഓക്കേ സൂപ്പർ. ശരി ശരി. വേറെ എന്തെങ്കിലും ചെയ്യോ നീ? വേറെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഇത്രയേ ഉള്ളോ ഇന്ന്? ഇന്ന് ഒന്നുമില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ ശരി. നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടാ. സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. നിനക്ക് ഏതെങ്കിലും നിന്റെ പോലുള്ള പ്രായത്തിലുള്ള പിള്ളേരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലയോ? സ്വന്തം കാര്യം സ്വന്തം ചെയ്യണമെന്നോ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നോ? എന്നാ പറ, എന്തോ നിനക്ക് പറയാനുള്ളത്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം അല്ലേ? ആരെയും ഡിപ്പെൻഡ് ആകാൻ പാടില്ല, അതാണ് പറയാനുള്ളത്. നീ പറ. നീ പറഞ്ഞോ, നീ പഠിക്കുന്നു വേണ്ട. എങ്ങനെ പറയണമെന്നാണോ? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ തന്നെ ചെയ്യണം. എല്ലാ കാര്യത്തിനും എല്ലാവരും ഡിപ്പെൻഡ് ആകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഡിപ്പെൻഡ് ആകാൻ പാടില്ല. ഓക്കെ ഓക്കെ അപ്പൂട്ടാ, താങ്ക് യു. അപ്പൂട്ടാ കൈ കഴിഞ്ഞോടാ? ഒന്നുകൂടി കഴിക്കുക, വൃത്തിയില്ലാലോ. വൃത്തിയില്ല, ഒന്നുകൂടി കഴിക്കുക. പോലീസ് അന്നേരം തന്നെ കൈ കഴുകുവോ? നല്ല ഗുഡ് ബോയ് ആണോ? ഗുഡ് ബോയ്.